വാർത്തകൾ വിശദമായി നോക്കാം. അനിശ്ചിതകാല രാപ്പകൽ സമരം 36-ാം ദിനത്തിൽ എത്തി നിൽക്കവെ ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റും ആശമാർ ഉപരോധിക്കും. വിവിധ സന്നദ്ധ സംഘടനകളും ഉപരോധ സമരത്തിന്റെ ഭാഗമായേക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ ഒരുക്കിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ആശമാരുടെ സമരം ഇപ്പോൾ 36-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അനിശ്ചിതകാല സമരം തുടരുന്നുവെന്ന് തന്നെ പറയാൻ സാധിക്കും. ഏതായാലും ഇന്ന് 2ാം തലത്തിലേക്ക് ഇവരുടെ സമരമുറകൾ മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശമാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റുകളും ഉപരോധിക്കും. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷ, അതീവ സുരക്ഷയായി തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ട്. അതായാലും ഈ സുരക്ഷ ഏർപ്പാടാക്കിയ ഒരു ഘട്ടത്തിൽ തന്നെ കൂടുതൽ ആശമാർ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിശക്തിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ആശമാരുടെ പ്രതിഷേധം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ആശാവർക്കർമാർ ഇന്ന് പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ പല ജില്ലകളിൽ നിന്ന് എത്തുന്നുണ്ടോ? എത്തും. എല്ലാ ജില്ലകളിൽ നിന്നും ആളെത്തും. പക്ഷേ ചില ജില്ലകളിലാണെങ്കിൽ അവർക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വിളിച്ച് ഭീഷണി, നിങ്ങളെ ജോലി തെറിക്കും, നിങ്ങളെ ഇനി ജോലിയിൽ കയറ്റൂല, അഥവാ നിങ്ങൾ ജോലി ഇവിടെ സമരത്തിന് പോയാൽ നിങ്ങൾ ഇനി അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാകും. പിന്നെ അത് നമുക്കിപ്പോൾ അവർ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തേണ്ട കാര്യം എന്ത്? ഞങ്ങളെ മാറ്റി നിർത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത് പാലിയേറ്റീവ് നഴ്സുമാർക്കാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പാലിയേറ്റീവ് സംരക്ഷണമുണ്ട്. അതെന്ന് പറഞ്ഞാൽ പാലിയേറ്റീവിൻ്റെ കൂടെ അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ പാലിയേറ്റീവിൻ്റെ വണ്ടിയിൽ കയറി പോകുന്നു. അവിടെ രോഗിയെ ചെന്ന് കാണുന്നു. രോഗിയെ ചെന്ന് കണ്ടിട്ട് അവർക്ക് കത്തീഡ്രൽ ഇടാൻ ഉണ്ടെങ്കിൽ കത്തീഡ്രൽ ഇടുമ്പോഴത്തേക്ക് ഞങ്ങൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ആ പാലിയേറ്റീവ് നഴ്സ് ചെയ്യുന്നവരുടെ കൈയൊക്കെ വൃത്തിയാക്കണമല്ല, ഞങ്ങൾ അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന് എന്തെങ്കിലും കാര്യമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾക്ക് ജോലി സ്ഥിരപ്പെടുത്താനാണെങ്കിൽ നമ്മൾ ഓക്കെ. ജോലി സ്ഥിരപ്പെടുത്താനാണെങ്കിൽ പാലിയേറ്റീവിൻ്റെ ട്രെയിനിങ് തരുന്നത് ഞങ്ങൾക്ക് നല്ലത്. ഇവിടെ ആശമാർ വരുന്നുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റ് ഉപരോധിക്കാൻ തീരുമാനമുണ്ട്. ഞങ്ങൾ എല്ലാ ഗേറ്റും ഉപരോധിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കും. ഞങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വരും. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ഓണറേറിയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? ഓണറേറിയം ജാനുവരി വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫെബ്രുവരി മാസമേ ഉള്ളൂ കിട്ടാനായിട്ടുള്ളത്. സമരം ചെയ്യുന്നവരെ മാത്രമാണോ അങ്ങനെ എങ്ങനെ നൽകാതിരിക്കും? അല്ലല്ല, സമരം ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഓണറേറിയം കിട്ടുന്നത്. പക്ഷെ ഈ ഓണറേറിയം കൊണ്ട് നമുക്ക് എന്ത് ഇതാണ് ഉണ്ടാകുന്നത്? നമുക്ക് തുച്ഛമായ ഈ പൈസ കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ ഒരേപോലെയല്ലേ? നമ്മുടെ ജീവിത നിലവാരം എല്ലാവരുടെയും ഒരുപോലെ അല്ലെങ്കിൽ പോലും ജീവിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ഒരേപോലെയുള്ള അരിക്ക് 1 പൈസയാണ്, ഒരേ പൈസ കൊടുക്കണം. നമ്മളെല്ലാവരും പച്ചക്കറി വാങ്ങണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. പക്ഷെ ഞങ്ങൾ ഇത്രയും പൈസ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും നാൾ സേവനം മാത്രമായിട്ട് നടത്തി. ഇനിയിപ്പം നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ ആ ഒരു എന്താണ് വില നിലവാരം ഉയരുന്നതനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തണം, നമ്മൾ ജീവിക്കണം. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെയല്ലേ. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഇതുവരെ വരാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഈ സമരപന്തലിൽ ഇവരോടൊപ്പം ഒരു ദിവസം പോലും വരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ആശാവർക്കർ എന്ന നിലയിലും ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഞാനിത്. കാരണം ഞാൻ ഒരു ദിവസം ഇവരോടൊപ്പം വന്നു. കാരണം ഇവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 36 ദിവസമായിട്ട് ഇവിടുത്തെ ഈ കേരളത്തിലെ പൊതുജനം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഇവിടുത്തെ പൊതുജനങ്ങൾ മൊത്തം നമുക്ക് സപ്പോർട്ടാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പൊതുജനം മുഴുവൻ സപ്പോർട്ടായിട്ടും ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം എന്തുകൊണ്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു? അനങ്ങാപ്പാറ നയം എന്നൊക്കെ പണ്ട് ഇവർ തന്നെ പറയുന്നത് കേൾക്കാം. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടി തന്നെ അവരും അത് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇവർ തന്നെ തീരുമാനിക്കട്ടെ. പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഞങ്ങൾ 100% സപ്പോർട്ടുമുണ്ട്. ഞങ്ങളെ കരാർ ജീവനക്കാരെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് MLA തുടങ്ങി നിസാരം വാർഡ് മെമ്പർ തുടങ്ങി ഈ ഭരണത്തിലിരിക്കുന്ന ഭരണകൂടം മൊത്തവും കരാറിലല്ലേ ഇരിക്കുന്നത്. 5 വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ മന്ത്രിമാരായതും MLA മാരായതും വാർഡ് മെമ്പർമാരായതും.
ഞങ്ങൾ 18 വർഷമാണ് ഇവിടെ ജോലി ചെയ്തത്, ആശാ വർക്കറായി. പക്ഷെ ഞാൻ MSS തൊട്ട് 33ാമത്തെ വർഷം കൊണ്ട് ഇവിടെയാണ്. എനിക്കിന്ന് 63 വയസ്സ് കഴിഞ്ഞു സാറേ. എനിക്കാണെങ്കിൽ എനിക്കിനി വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യണം? ഇവർക്ക് കാശ് ഇല്ലെന്ന് പറയുന്നു. ഞങ്ങളെ അവർ സ്ഥിരപ്പെടുത്തിട്ട് എത്രയോ മേഖലകളുണ്ട്. ഞങ്ങളെ പാർട്ട് ടൈം ജീവനക്കാരായിട്ട് സ്ഥിരപ്പെടുത്തിട്ട് ഇനി ഫാണ്ടവും വലിച്ചു തൂക്കിയെടുത്ത് ഇനി ഫീൽഡിൽ പോകാൻ നടക്കാൻ വയ്യ. അപ്പം അവർ ഞങ്ങളെ ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം തരാൻ പറ്റില്ലെന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങളെ അവർ സ്ഥിരപ്പെടുത്തിട്ട്. തീർച്ചയായിട്ടും ആശമാരുടെ ആശങ്ക വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരിക തന്നെയാണ്. അതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ ആശമാർ തീരുമാനിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായി അലയടിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. 2ാം ഘട്ട പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പലയിടത്തായി ആശമാർ എത്തുന്നുണ്ട്. ഈ 4 ഗേറ്റുകളും സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി ഉപരോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ സർക്കാർ അതിനെ പുതിയ പരിശീലന പരിപാടി ഒരുക്കി ഒരു കെണിയായി കൊണ്ട് തന്നെ ആശമാരെ ഒഴിവാക്കി ഈ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി ഇനിയും വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ആതിര, തീർച്ചയായും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും, 4 ഗേറ്റും ഉപരോധിക്കും. കനത്ത പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെയാണ് ആശാപ്രവർത്തകർ നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.